വെൽക്കം ബാക്ക് ടു വൺലെസ് ക്യാസ. ഞാൻ ഗീതു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സും ഐഡിയാസും ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള DIYs. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്ക്. സോ ഇന്നത്തെ വീഡിയോ അതിന്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ടേബിളിലേക്കൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് DIYs ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ ഓർഗനൈസർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ 3 സിമിലർ ബോട്ടിൽസ് വേണം. പിന്നെ ഒരു ജീൻസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ക്ലോത്ത് എടുക്കുക, ഒരു കാർഡ്ബോർഡ് പീസും എടുക്കുക. ഈ ബോട്ടിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഡിസൈനാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് ബോട്ടിൽസിന്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ ആ ഹെഡ് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബേസ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സോ ബോട്ടിൽസ് എല്ലാം ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ജീൻസിന്റെ പീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലോത്തിന്റെ പീസ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ജീൻസിന്റെ പീസ് ആണെങ്കിൽ നമ്മൾ ആ ലെഗ് പോർഷൻ എടുക്കുന്നതാണ് എളുപ്പം. ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ കോർണർ പോലെ വരുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി ഈസി. നന്നായിട്ടത് ഒട്ടിയിരുന്നോളൂ. നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഞാനൊരു ബ്ലാക്ക് ലേസ് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ലേസ് ഒന്ന് ക്രിസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സോ നമ്മുടെ സ്റ്റഡി ടേബിളും ഓഫീസ് ടേബിളും ഒക്കെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. നമ്മുടെ കത്രിക, പശ അല്ലെങ്കിൽ സ്കെച്ച് പെൻസ് ഒക്കെ നീറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. DIY ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ചധികം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ക്യാപ്സ് ആണ്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ED ആയാലും മതി. നീറ്റായിട്ട് നമുക്ക് കളറൊക്കെ നോക്കി ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ക്യാപ്സ് എല്ലാം ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സോ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാലറ്റ് ആണ് കിട്ടിയേക്കുന്നത്. പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റ്. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയിട്ട്. എന്നിട്ടൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം. എല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെച്ച് നോക്കാം. കണ്ടോ, നമ്മുടെ ടേബിളിലൊക്കെ കപ്പൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. അതേപോലെ പെയിന്റിന്റെ പാലറ്റ് ആണിത്. ഓരോ അടപ്പുകളിലായിട്ട് നമുക്ക് ഓരോ കളർ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വലിയ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ബോട്ടം പോർഷനാണ് ആവശ്യമുള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീടുകളിൽ ഇൻഡോർ ഗാർഡൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഇതേപോലെ കോഫി ടേബിളിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ചെടികളൊക്കെ. ഇവിടെ കുറച്ച് പേബിൾസും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിക്കോളും. ഒരു ഇൻഡോർ പ്ലാന്റ് ഡെക്കർ മാത്രമായിട്ടല്ല, വെറുതെ ഈ ക്യാപ്പിൽ നമുക്ക് കുറച്ച് കളർഫുൾ പേബിൾസ് ഒക്കെ ഇട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കോഫി ടേബിളോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഒക്കെ വെക്കുന്ന ടേബിളൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് ഇരുന്നോളൂ അല്ലേ? ഇത് നല്ല ഡെക്കറേറ്റീവ് പീസാണ്. സോ നിങ്ങൾ ഈ DIYs ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ട്രൈ പിക്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ ഫേസ്ബുക്ക് പേജ് വഴിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കണ്ടോ, നമ്മൾ എത്ര ഭംഗിയായിട്ടാണല്ലേ ടേബിൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അത് വെറും പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ട്. ഈ DIYs ഒക്കെ കണ്ട ആരും പറയില്ല ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടാണെന്നല്ലേ. സോ ഇതുപോലത്തെ കുറച്ച് ഐഡിയാസ് ഒക്കെ നമുക്കും ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
സോ നമ്മുടെ കയ്യിലുള്ള ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഇതുപോലത്തെ വ്യത്യസ്തമായ DIYs നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും ഇനി കളയരുത് കേട്ടോ. എല്ലാം നമ്മുടെ ഹോമിൽ ഡെക്കർ ചെയ്യാനും അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് മാറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്നത്തെയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കണും കൂടെ ഓൾ ഇനേബിൾ ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ടാറ്റാ.